ലേസർ ലെവൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ലേസർ ലെവൽ പരിചയപ്പെടുത്താം. ടോംഹാക്ക് എന്ന് പറയുന്ന കമ്പനീൻ്റെ 16 ലൈൻ ലേസർ ലെവലാണിത്. 4 ഭാഗത്തായിട്ടാണ് അതിൻ്റെ ലേസർ ലൈറ്റ് വരുന്നത്. അപ്പോൾ ഒന്നിയുമ്പോൾ തന്നെ 4 ഭാഗത്തേക്കും കിട്ടും. അപ്പോൾ 4x4 16 ലൈന്. പിന്നെ അത് 360 ഡിഗ്രി തിരിക്കാൻ പറ്റുന്ന, എല്ലാ ഭാഗത്തേക്കും തിരിക്കാൻ പറ്റേണ്ട ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. ചെരിവുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ലെഗും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മാഗ്നറ്റിക് ഹോൾഡർ വരുന്നുണ്ട്. നല്ല സ്ട്രോങ് മാഗ്നറ്റാണ്. നമുക്കിവിടെ ഇരുമ്പ് മേലെ കൊട്ടിച്ച് വെക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ ഡ്രിൽ ചെയ്തുകൊണ്ട് അതിന്മേലും ഫിക്സ് ചെയ്യാൻ പറ്റും. അതിന്മേലും എല്ലാതരം അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉണ്ട്. പിന്നെ ഒരു റിമോട്ടും വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. വാങ്ങുമ്പോൾ റിമോട്ടിൽ തന്നെ വാങ്ങാൻ നോക്കുക. കാരണം നമുക്ക് മെഷീൻ്റെ അടുത്ത് തന്നെ പോയിക്കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു വേറെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. നിലത്തൊക്കെ വെച്ച് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ചാർജർ റീചാർജബിൾ ആണ്. 2 ബാറ്ററിയാണ് വരുന്നത്. റീചാർജബിളിൻ്റെ 2 ബാറ്ററി. 3.5 വോൾട്ടിൽ 4000 mAh ആട്ടാ ബാറ്ററിൻ്റെ കപ്പാസിറ്റി. 2 ബാറ്ററി. പിന്നെ ഇത് അടിയിൽ കൊടുക്കേണ്ട ത്രെഡുമ്പോൾ തന്നെ നമുക്ക് ട്രൈപോഡ് എല്ലാതും ഫിക്സ് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയൊരു അഡാപ്റ്ററും ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ഇതിന്മേൽ തന്നെയുള്ള ഈ സ്പിരിറ്റ് ലെവൽ നോക്കിയിട്ട് മെഷീൻ ഏറെക്കുറെ ലെവലാണെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കട്ടെ. അതിനൊരു മെഷീനറീസൊക്കെ ആടി കളിക്കുന്നുണ്ട്. അപ്പോൾ അത് മെഷീന് ഓണാക്കുമ്പോഴാണ് അത് ഫ്രീ ആവുള്ളൂ. മെഷീൻ ഓഫ് ആകുമ്പോൾ അതെപ്പോഴും ലോക്കായി കയറാം. അതുകൊണ്ട് നമുക്ക് കൊണ്ടെടുക്കുമ്പോഴൊക്കെ എപ്പോഴും മെഷീന് ആ ഓഫ് പൊസിഷനിലിട്ട് കണ്ട് തന്നെ കൊണ്ടെടുക്കണം. അല്ലെങ്കിൽ ഒരു പെൻഡുലം മാതിരിയാണ്. അത് അവിടെയും ഇവിടെയൊക്കെ തട്ടിക്കാണ്ട് ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ആ നോബ് പിടിച്ച് തിരിച്ചാൽ നമുക്ക് ചെറുതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഓട്ടോ ലെവലിംഗ് മെഷീനാണ്. അതായത് ഒരു ഏറെക്കുറെ ലെവലാണെങ്കിൽ ബാക്കി മെഷീൻ ലെവലാക്കും. പക്ഷെ ഒരു പരിധിയിലേറെ ലെവൽ പോയി കഴിഞ്ഞാൽ അത് വാർണിംഗ് തരും. ഇങ്ങനെ ബീപ്പ് സൗണ്ട് ഉണ്ടായിക്കൊണ്ടും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടും. അപ്പോൾ നമ്മൾ കാലുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ലെവലാക്കിയാൽ മതി. പിന്നെ റിമോട്ടുമ്പോൾ തന്നെ നമുക്ക് ഏത് ലൈനാണ് വേണ്ടിച്ചാൽ ഓണാക്കാം, വേണ്ടാത്ത ഓഫാക്കാം. പിന്നെ ബ്ലിങ്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അങ്ങനെ ബ്ലിങ്ക് ചെയ്താൽ കുറച്ചും കൂടി വിസിബിലിറ്റി ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ലൈനുകൾ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ലേസർ ലെവലിനെ പറ്റി എല്ലാവർക്കും ഉള്ള സംശയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് എത്രത്തോളം കാണാൻ പറ്റും എന്നുള്ളതാണ്. മെഷീൻമേൽ തന്നെ പറയേണ്ടത് ഇൻഡോർ യൂസ് ഓൺലി, ഔത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം വെളിച്ചമുള്ള സമയമാണ്, ഉച്ച സമയം തന്നെയാണ്. എന്നാലും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ലൈനുകളൊക്കെ. പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ ലേസർ ലേസർ ലൈറ്റുകളൊക്കെ ഇറങ്ങിയിട്ട് ഒരു ചുവപ്പ് ലൈറ്റ് ആയിരുന്നു. പിന്നെ കൂടുതൽ വിസിബിലിറ്റി പച്ചക്കണമെന്ന് തോന്നിയിട്ടാണ് കമ്പനികളൊക്കെ പിന്നെ ഗ്രീൻ ലേസർ ആക്കിയത് എല്ലാ ലൈറ്റുകളും. ഇതിൻ്റെ വിസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി തന്നെ വീഡിയോ പുറത്ത് വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത്. അതും നല്ല വെളിച്ചമുള്ള സമയമാണ്, ഉച്ച സമയമാണ്. എന്നാൽ തന്നെ എല്ലാ ലൈനുകളും നല്ലപോലെ കാണുന്നുണ്ട്. ബ്രാൻഡഡ് കമ്പനികളിലാണെങ്കിൽ ഇതേ ഫെസിലിറ്റി ഉള്ള ലേസർ ലെവലിനൊരു 30,000 മുകളിലെങ്കിലും പൈസ ആവും. ഇതിനിപ്പോൾ ഒരു 4,500 റേഞ്ചിലാണ് വരുന്നത്. പിന്നെ അതിനുള്ള ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ വേണം.